എല്ലാവർക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണയുടെ അവസാന മണിക്കൂർ എന്ന ഈ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ മെസ്സേജ് എന്തായിരിക്കുമെന്ന് കേൾക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളെല്ലാവരും ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവുക. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പോകുന്നത് ഈ പുസ്തകത്തിലെ രണ്ടാമത്തെ മെസ്സേജിനെ കുറിച്ചല്ല. 20-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്ന കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കിനെ കുറിച്ചാണ്. കേൾക്കുമ്പോൾ അല്പം ചെറുതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ അകത്ത് ഒരു നിധി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ നിധിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിന്റെ ഹെഡിങ് വായിക്കുന്നത് ഇങ്ങനെയാണ്: കരുണയുടെ അവസാന മണിക്കൂർ. കരുണയുടെ അവസാന മണിക്കൂർ എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ചിന്ത വരാം, കരുണയുടെ അവസാന മണിക്കൂർ ആയോ, അല്ലെങ്കിൽ അപ്പോഴതിൻ്റെ ആദ്യം എങ്ങനെയായിരിക്കും, തുടക്കം എവിടെ നിന്നായിരിക്കും? അപ്പോൾ തുടക്കവും ഒടുക്കവും, അതുകൊണ്ടാണല്ലോ ഈ അവസാനത്തെ മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവസാന മണിക്കൂർ എന്താണ്, അല്ലെങ്കിൽ അത് തുടക്കം എന്താണെന്നൊക്കെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇന്ന് പറയാൻ പോകുന്നത്. ഇതിനകത്ത് കുറച്ച് രഹസ്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അന്ത്യകാല പ്രവചനങ്ങളെ യഥാക്രമം എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്, ബൈബിളിൽ കിടക്കുന്ന ചില വചനങ്ങളുടെ അകത്ത് കിടക്കുന്ന ഉൾപ്പൊരുളുകൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കരുണയുടെ അവസാന മണിക്കൂർ എന്ന ആ ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്ന ആ മെസ്സേജ് ഇങ്ങനെയാണ്: തൻ്റെ കരുണയുടെ വാതിലിലൂടെ കടക്കുവാൻ വിസമ്മതിക്കുന്നവർക്ക് തൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് 1931 തൊട്ട് 38 വരെയുള്ള ഒരു ടൈം പീരീഡിലാണ് ഈ കരുണയെക്കുറിച്ചുള്ള, ദൈവിക കരുണയെക്കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം ഈശോ കൈമാറുന്നത്. അങ്ങനെയാണ് ദൈവകരുണയുടെ ഛായാചിത്രവും കരുണക്കൊന്തയൊക്കെയും നമ്മളുടെ ഇടയിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ മുൻകാലഘട്ടങ്ങളിൽ നമ്മളുടെ വിശുദ്ധർക്ക് ഇതിനെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആളാണ് നമ്മളുടെ ഫൗസ്റ്റീന എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കരുണയുടെ അവസാന മണിക്കൂറിനുള്ള പ്രിപ്പറേഷൻ അലേർട്ട് കൊടുത്തതാണ് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക്. 1938 കാലഘട്ടങ്ങളിലാണ് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കരുണയെക്കുറിച്ചുള്ള എല്ലാ സന്ദേശങ്ങളും ഈശോ കൈമാറുന്നത്. അതിനുശേഷം ഇപ്പോൾ 2025 വരെ എത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രത്യേകതകളും ഉണ്ട്. കാരണം നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ ഈശോ കൈമാറിയിരിക്കുന്ന പല രഹസ്യങ്ങൾ ഈ അന്ത്യകാലം എങ്ങനെയാണ് സംഭവിക്കുന്നതിനെക്കുറിച്ചുള്ളതാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ ഈ ദൈവകരുണ ആരംഭിച്ചത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ ദൈവകരുണയുടെ തുടക്കം ഉണ്ടായത്, ഇപ്പോൾ ആ മണിക്കൂറിൻ്റെ എൻഡ് എങ്ങനെയാണ്, അവസാന മണിക്കൂറിലോട്ട് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്, ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറയുന്ന പ്രധാന കാര്യമുണ്ട്. ദൈവകരുണയുടെ വാതിലിലൂടെ കടക്കാൻ വിസമ്മതിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ നീതിയുടെ വാതിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ദൈവിക കരുണയുണ്ട്, ദൈവിക നീതിയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു ചിത്രം ഇവിടെ കാണിക്കാം. ഈ ചിത്രത്തിൽ നമ്മളുടെ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 7 മുദ്രകളെക്കുറിച്ചുള്ള ഒരു രഹസ്യമുണ്ട്. ആ മുദ്രകളെക്കുറിച്ചുള്ള രഹസ്യങ്ങളും അത് കൂടാതെ ത്രിദിന അന്ധകാരം, അതുപോലെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ രംഗപ്രവേശനം, തുടർന്ന് നടക്കുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇതിൽ ആ 7 മുദ്രയുടെ കാലഘട്ടം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. ലേബർ പെയിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പ്രസവ വേദന ഉണ്ടാകുന്നത് പോലെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നുള്ള ഈശോ പ്രവചനം പറയുന്നുണ്ട്. ആ പ്രവചനത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം സംഭവിച്ച് തീരുമ്പോൾ ഈ മേഴ്സി, ഡിവൈൻ മേഴ്സിയുടെ ടൈം പീരീഡ് അവിടെ എൻഡാകും. അതിനുശേഷം പിന്നെ പറയുന്നത് ജസ്റ്റിസ് ഓഫ് ടൈമാണ്, അതായത് ദൈവത്തിൻ്റെ നീതിയുടെ സമയമാണ്. ഈ ദൈവിക കരുണയും ദൈവിക നീതിയും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു വ്യക്തി ഭയങ്കരമായിട്ടൊരു പാപം ചെയ്തു കഴിയുമ്പോൾ ആ ദൈവത്തിനോട് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ തമ്പുരാൻ അതെല്ലാം ക്ഷമിച്ചിട്ട് പോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞ് ആ പാപത്തെ വിട്ടിട്ട് കർത്താവിനെ ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥയാണ് ഈ ദൈവിക കരുണയുടെ സമയം എന്ന് പറയുന്നത്. പക്ഷേ ദൈവികയുടെ നീതിയുടെ സമയം ആരംഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്താൽ ആ തെറ്റിന് ശിക്ഷയാണ്. അതിന് പിന്നെ ഡിവൈൻ മേഴ്സി എന്നുള്ള ഒരു അങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ല. പക്ഷേ കരുണയും നീതിയും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പക്ഷേ ഒരിക്കലും ആ ദൈവത്തിൻ്റെ കരുണയുടെ ആ വാതിൽ അടഞ്ഞു കഴിഞ്ഞെന്നാൽ പിന്നെ കടന്നു പോകേണ്ടതെല്ലാം ദൈവത്തിൻ്റെ നീതിയുടെ സമയത്തിലൂടെയാണ്. അപ്പോൾ നമ്മളുടെ ചുറ്റുപാട് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെയും പാപത്തിലേക്ക് കൂപ്പ് കുത്തിപ്പോയിക്കൊണ്ടിരിക്കും. ഇതെല്ലാം പ്രവചനങ്ങളിൽ സംഭവിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇതെല്ലാം നൽകപ്പെടും. പക്ഷേ ഇതെല്ലാം അവരുടെ ഉള്ളിൽ വസിക്കുന്ന പാപത്തിൻ്റെ ആ കടുംപിടുത്തം കാരണം ആൾക്കാർക്ക് ഇത് ഗ്രഹിക്കാനുള്ള അവരുടെ ബുദ്ധിയിൽ അന്ധകാരം പിശാച് നിറച്ച് കളഞ്ഞിട്ട് അവർക്കിത് ഗ്രഹിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ചുറ്റും നോക്കിയാൽ മതി. ഇപ്പോൾ അന്ത്യകാലഘട്ടത്തെ കുറിച്ച് പ്രവചിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ തന്നെ നോക്കിയോ, ഈ വീഡിയോയ്ക്ക് എത്ര ആൾക്കാർ ഈ വീഡിയോ കാണുമെന്ന് പോലും. കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് എത്ര പേര് കണ്ടു. അപ്പോൾ ലോകത്തിലേക്ക് ഇതെല്ലാം നൽകപ്പെടുന്നുണ്ട്. പക്ഷേ ആൾക്കാർക്കൊന്നും ഇത് കിട്ടുന്നില്ല. കുറേ ആളുകൾക്ക് ഇനി കിട്ടിയാൽ തന്നെ പല ആൾക്കാരും ഇതൊന്നും കാണില്ല.
ഇതൊക്കെ കാണാതെ തള്ളിക്കളയും. അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ഇതൊന്നും അവരുടെ അകത്തേക്ക് ആത്മാവിലേക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും തള്ളിക്കളയപ്പെടുന്നത് കൊണ്ട് ഇവരൊക്കെ ഇനി കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ നീതിയുടെ ആ വാതിലൂടെ തന്നെയായിരിക്കും. ഇവിടെയാണ് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, ഈ ദൈവത്തിൻ്റെ കരുണയുടെ വാതിലൂടെ കടന്നു പോകാൻ വിസമ്മതിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ നീതിയുടെ വാതിലൂടെ കടന്നു പോകേണ്ടി വരും. കരുണയുടെ അവസാന മണിക്കൂറാണിതെന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ നീതിയുടെ വാതിൽ എന്നത് മനുഷ്യന് കടക്കുവാൻ അത്യന്തം ദുഷ്കരമായിരിക്കും. അതായത് നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നിൽക്കാനായിട്ട് ഈശോ ഒത്തിരി അധികം നമ്മൾക്ക് പല രീതിയിൽ പല ആളുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആശ്രയിച്ചു ദൈവത്തിൽ കരുണയിൽ ആശ്രയിച്ച് കരുണയിൽ ആശ്രയിച്ച് നിങ്ങളാകുന്ന അത്ര പ്രാർത്ഥിച്ച് ഒരുങ്ങണം, കരുണയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പല രീതിയിൽ നമുക്ക് പല വ്യക്തികളിലൂടെയും പല മിസ്റ്റേക്കുകളിലൂടെ ഒക്കെ ഇങ്ങനെ വെളിപ്പെടുത്തൽ നൽകിക്കൊണ്ടിരിക്കുക. കാരണം ഇത് തീരാൻ പോവുകയാണ്. ദിസ് ഈസ് ദ ലാസ്റ്റ് അവർ ഓഫ് മേഴ്സി എന്ന് പറയുന്നത് ഈ സമയം തീരുവാണ്. ഇനി തുടങ്ങാൻ പോകുന്ന ദൈവത്തിൻ്റെ നീതിയുടെ ടൈമാണ്. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. നിങ്ങളൊന്ന് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ മതി. കഴിഞ്ഞ ഒരു 20 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ ലോകത്തിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളതെന്ന്. ഇനി അടുത്തൊരു 20 വർഷത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതിനേക്കാൾ ഇരട്ടി വേഗത്തിലാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ അവർ ഓഫ് മേഴ്സി ഇങ്ങനെ ചിന്തിച്ചാൽ മതി. AD 33 കാലഘട്ടങ്ങളിലാണ് ഈശോയുടെ കുരിശുമരണം സംഭവിക്കുന്നത്. AD 2033 എത്തുമ്പോൾ 2000 വർഷം കംപ്ലീറ്റ് ആവും. ദൈവത്തിൻ്റെ കരുണയുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും ഈ വർഷങ്ങളിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കരുണയുടെ വാതിൽ തുറന്നിരിക്കുന്ന കാലത്ത് തന്നെ ദൈവകരുണയിൽ ആശ്രയം തേടുന്നതിൽ നാം ആമാന്തിക്കരുത്. ചുറ്റുവട്ടം നോക്കിക്കോ, ഒത്തിരി ആൾക്കാർക്ക് ഇപ്പോഴും ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല. ആളുകളെല്ലാം പാപത്തിൻ്റെ, ഇപ്പോൾ നോക്കിക്കോ ഈ സോഷ്യൽ മീഡിയകളൊക്കെ തുറന്നു നോക്കിയാൽ ഇൻസ്റ്റാഗ്രാം അതുപോലുള്ള എല്ലാ സോഷ്യൽ മീഡിയകളിലും ലൈക്കും ഷെയറും കമൻറ്റിനും വേണ്ടിയിട്ട് ആളുകൾ അങ്ങ് നിറയുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ചുറ്റുവട്ടം നടക്കുന്ന കാര്യം ഇനിയും ലോകം ഒരുപാട് കൊല്ലം മുമ്പോട്ട് പോകും എന്നുള്ളൊരു ധാരണയിലാണ് പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ കയ്യടിക്ക് വേണ്ടിയിട്ടും സ്തുതികൾക്കും ലൈക്കിനും ഷെയറിനും ഒക്കെ വേണ്ടിയിട്ട് എൻ്റെ പ്രശസ്തി എല്ലാവരും കാണണം എന്നുള്ള രീതിയിലാണ് എല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകം എത്ര മുമ്പോട്ട് പോകുമെന്നോ അവർക്ക് യാതൊരു ചിന്തയും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ അവസാനം ഇതൊക്കെ എത്രയോ പറഞ്ഞിരിക്കുന്നു, ഒത്തിരി പേര് നിൽക്കുമ്പോൾ ലോകാവസാനം എന്നൊക്കെ പറഞ്ഞിട്ടില്ല എന്നുള്ള ചിന്തയാണ്. പക്ഷേ നാം ജീവിക്കുന്നത് കരുണയുടെ അവസാന മണിക്കൂറിലാണ് എന്ന സത്യം അറിയാതെ ജീവിക്കുന്ന അനേകർ നമുക്ക് ചുറ്റും ഉണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. കരുണയുടെ അവസാന മണിക്കൂറാണോ ഇത് എന്നൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതിനുള്ള ഉത്തരത്തിലോട്ടാണ് ഞാൻ കയറാൻ പോകുന്നത്. ദൈവകരുണയുടെ മണിക്കൂർ ആരംഭിക്കുന്നത് യേശു ക്രിസ്തു കുരിശിൽ ബലിയർപ്പിച്ച സമയം വൈകുന്നേരം 3 മണി മുതലാണ് എന്നാണ്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചാനൽ 31ാമത്തെ വീഡിയോ ഈശോയുടെ കുരിശു മരണമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടത് കൃത്യമായിട്ട് അത് മനസ്സിലാവും. ദൈവിക കരുണയുടെ പ്രത്യേക സമയം എന്ന് പറയുന്നത് 3 മണിയാണെന്നുള്ളത് നമുക്ക് എല്ലാം അറിയാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് അന്ത്യകാലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില സുപ്രധാന കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ മാത്രം ഇനി നിങ്ങൾ തുടർന്ന് അങ്ങോട്ട് കണ്ടാൽ മതി. കാരണം ഇനി പറയുന്ന മെസ്സേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് കരുണയുടെ അവസാന മണിക്കൂറാകുന്നത് എങ്ങനെയാണ് എന്നറിയണം എങ്കിൽ നമ്മൾ കുറച്ച് പിന്നിലോട്ട് പോയി നോക്കണം. കാരണം കരുണയുടെ അവസാന മണിക്കൂറാണിതെങ്കിൽ അവസാനമെങ്കിൽ അതിനൊരു ആദ്യം ഉണ്ടാകുമല്ലോ. ആദ്യം അത് തുടങ്ങിയിട്ടല്ലേ അവസാനത്തിലേക്ക് വരുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അവസാനത്തെ മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ആ തുടക്കം തൊട്ടൊന്ന് ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ചരിത്രപരമായിട്ട് നോക്കിയാൽ സഭ പഠിപ്പിക്കുന്നത് പ്രകാരം കരുണയുടെ മണിക്കൂർ ആരംഭിക്കുന്നത് ഈശോ 3 മണിക്ക് കുരിശിൽ ബലിയർപ്പിച്ച ആ സമയം തൊട്ടാണ്. അതായത് ദൈവിക കരുണയുടെ മണിക്കൂർ ആദ്യമായി ആരംഭിച്ചത് യേശു ക്രിസ്തുവിന്റെ മരണസമയത്തോടെ, അതായത് കുരിശിലെ ബലിയർപ്പണം നടന്ന സമയം മുതലാണ് എന്നാണ് സഭയുടെ വിശദീകരണം. AD 1-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ സഭാപിതാക്കന്മാരായിട്ടുള്ള ഒറിജിൻ, അഗസ്റ്റിൻ, ഗ്രെഗറി ദ ഗ്രേറ്റ് എന്നിവരെല്ലാം ദൈവത്തിൻ്റെ കരുണയെ പ്രധാന വിഷയമായിട്ട് ലോകം മുഴുവനും ഉള്ള ജനത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദൈവകരുണ സഭയുടെ ആദ്യ കാലങ്ങളിൽ ഒരു കേന്ദ്ര വിഷയമായിട്ടുണ്ടായിട്ടുള്ള കാര്യമാണ്. 12-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് വിശുദ്ധ ബെർണാഡ് ക്ലെർവോ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ദൈവം സ്നേഹമാണ് എന്ന കാര്യം ഊന്നി പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്തു. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ മെക്കിൽഡിനും വിശുദ്ധ ജെത്രൂദിനും യേശുവിൻ്റെ ഹൃദയത്തിലെ കരുണയെക്കുറിച്ചുള്ള ദർശനങ്ങൾ ലഭിച്ചു തുടങ്ങി. അവരുടെ ദർശനങ്ങളിൽ കേട്ടതായിട്ടുള്ള യേശുവിൻ്റെ ചില വാക്കുകൾ, യേശു ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എൻ്റെ സകല കരുണയും ഒഴുകുന്നത്. മനുഷ്യരുടെ എല്ലാ ദൗർബല്യത്തിനും ഞാൻ ഹൃദയം തുറക്കുന്നു. നീ എൻ്റെ ഹൃദയത്തിൽ ആശ്രയിക്കുമ്പോൾ എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അറിയും. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ മാർഗ്രറ്റ് മേരിയിലൂടെയാണ് യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഭക്തി ലോകം മുഴുവനും പ്രചരിക്കുവാനായിട്ട് ആരംഭിച്ചത്. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ തിരുഹൃദയത്തിൻ്റെ രൂപമുണ്ട് അല്ലേ? ഇതിന് കാരണം എന്ന് പറയുന്നത് ദൈവകരുണയുടെ ആദ്യ രൂപം ഈ 17-ാം നൂറ്റാണ്ടിൽ വന്ന ഈ ഒരു
കാര്യത്തിൽ നിന്ന് വന്നൊരു സംഭവമാണ്. ദൈവകരുണയുടെ സമയം അവസാനിക്കാൻ സമയമായി എന്ന് ലോകത്തെ അറിയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് വിശുദ്ധ ഫൗസ്റ്റീന. 1931 1938 കാലയളവിലാണ് ഫൗസ്റ്റീനയ്ക്ക് യേശുവിൻ്റെ ദർശനങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈശോ ഫൗസ്റ്റീനയ്ക്ക് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് ഒത്തിരിയധികം സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ദൈവകരുണയുടെ ചിത്രം വരയ്ക്കണമെന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് പ്രത്യേകം ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് രേഖപ്പെടുത്തണമെന്നും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കരുണയുടെ ജപമാല പഠിപ്പിക്കുകയും അത് ആവുന്നത്ര ആൾക്കാരിലേക്ക് പ്രചരിപ്പിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിക്കുവാൻ പറ്റുന്ന വിധത്തിൽ കാണിച്ചു കൊടുക്കുക ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കരുണയുടെ മണിക്കൂറായിട്ട് 3 മണി സമയത്തെ, ഉച്ചയായിട്ട് 3 മണി സമയത്ത് ആചരിക്കണം. ദൈവ കരുണയുടെ ഞായർ എന്ന് പറയുന്ന ദിവസം സ്ഥാപിക്കണം. അതൊരു തിരുനാളായിട്ട് ആഘോഷിക്കണം. ഇതൊക്കെ ഫൗസ്റ്റീനയ്ക്ക് നൽകിയ സന്ദേശങ്ങളാണ്. ഫൗസ്റ്റീനയ്ക്ക് ഈശോ ഈ സന്ദേശം എല്ലാം നൽകുന്നത് 1931 1938 കാലഘട്ടത്തിലാണ്. ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഈശോ പറഞ്ഞത് ഇനി കരുണയുടെ അവസാന സമയമാണ് എന്നാണ്. ഇതിന് ഒരു കാരണമുണ്ട്. വർഷം ഏതാണ്? 1931 38. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അന്ത്യകാലമാണോ എന്നൊരു സംശയം പലർക്കും ചിലപ്പോൾ ചിന്തയിലുണ്ടായേക്കാം. കാരണം ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ, ഇപ്പോൾ ആദ്യത്തെ സഭ എടുത്തു കഴിഞ്ഞാൽ പത്രോസിൻ്റെ കാലഘട്ടം തൊട്ട് ആളുകൾ ആദ്യത്തെ സഭയിൽ തന്നെ യേശു ഇപ്പം തന്നെ മടങ്ങി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ തങ്ങൾക്കുള്ള സ്വത്തുക്കളെല്ലാം വിറ്റതിന് ശേഷം ഈശോ ഇങ്ങനെ കാത്തിരിക്കുക. ഉടനെ പത്രോസ് ലീഹ അതിനുള്ള കൃത്യമായ ഒരു മറുപടി പറയുന്നുണ്ട്. നമ്മളുടെ ഈ കാത്തിരിപ്പ്, ദൈവത്തിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ചിലപ്പോൾ 1000 വർഷങ്ങൾ പോലെ ആയിരിക്കും. നമ്മുടെ 1000 വർഷങ്ങളായിരിക്കും ചിലപ്പോൾ ദൈവത്തിന് ഒരു ദിവസം. അതുകൊണ്ട് ചിലപ്പോൾ ഈ ദൈവം ഇപ്പോൾ വരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് നാളെ തന്നെ വരുമെന്നല്ല. അത് കൃത്യമായിട്ട് അവിടെ പത്രോസ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോയുടെ രണ്ടാം വരവ് എപ്പോൾ സംഭവിക്കുമെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇത് നമുക്ക് വ്യക്തമായിട്ട് വിലയിരുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് യേശുവിൻ്റെ രണ്ടാം വരവ്, അന്ത്യകാലം, കരുണയുടെ അവസാന മണിക്കൂർ എന്നിവ എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കണക്റ്റ് ആകുന്നത് എന്ന് ഞാൻ കൃത്യമായിട്ട് ഇതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഒരു വചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32-33 വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ, അതിൻ്റെ കൊമ്പുകൾ ഇളയതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ വചനത്തിൽ നിന്ന് ഇത് ഈശോയുടെ രണ്ടാം വരവിൻ്റെ സൂചനയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഈ വചനത്തിനുള്ളിലെ ആഴം നിങ്ങളിൽ പലർക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവത്തില്ല. കാരണം അതായത് ഈ വചനത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ഒരു ഫിസിക്കൽ ഡെഫിനേഷനുണ്ട്, പിന്നൊന്ന് സ്പിരിച്വൽ ഡെഫിനേഷനുണ്ട്. ഇതിൻ്റെ ഫിസിക്കൽ ഡെഫിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് മനസ്സിലായിട്ടുണ്ടാകും. അതായത് പുതിയ ഇല തളിരിട്ട് വരുന്നത് കാണുന്നത് സൂചിപ്പിക്കുന്നത് അത് വേനൽക്കാലം വരാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് എന്നും, ഇതുപോലെ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോയുടെ രണ്ടാം വരവ് അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. ഇതാണ് നിങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധ്യത ഉള്ളത്, അല്ലേ? പക്ഷേ ഇനി ഇതിനൊരു സ്പിരിച്വൽ ഡെഫിനേഷനുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അത്തിമരം എന്നാൽ സഭാപണ്ഡിതന്മാരുടെ വ്യാഖ്യാനം അനുസരിച്ച് അത് സൂചിപ്പിക്കുന്നത് യഹൂദന്മാരെയോ അല്ലെങ്കിൽ ഇസ്രായേലിനെ മുഴുവനുമോ ആണ്. അത്തിമരം എന്ന് പറയുന്നത് പ്രതീകാത്മപരമായിട്ട് അത് ഇസ്രായേലിനെ സൂചിപ്പിക്കുന്ന അതിൻ്റെ കൊമ്പുകൾ ഇളയതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചരിത്രം ആദ്യം മനസ്സിലാക്കണം. യേശുവിൻ്റെ കുരിശുമരണം സംഭവിക്കുന്നത് AD 33 കൂടിയിട്ടുള്ള ഒരു സമയത്താണ്. അന്ന് കാൽവരിയിലെ യാത്രയ്ക്കിടയിൽ ഈശോ പറയുന്നൊരു സുപ്രധാനമായിട്ടൊരു പ്രവചനമുണ്ട്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ജെറുസലേം ആക്രമിക്കപ്പെടും, അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രവചനം അവിടെ ജെറുസലേം സ്ത്രീകളോട് ഈശോ പറയുന്നുണ്ട്. അതുകൂടാതെ ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. നോക്കിക്കേ, ഇതെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ മുഴുവനും നശിപ്പിക്കപ്പെടും എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഈ പ്രവചനമെല്ലാം സംഭവിക്കുന്നത് AD 70-ലാണ്. എപ്പോഴാണ്? AD 70. പ്രധാന പുരോഹിതനായ കയ്യഫാസിൻ്റെ അധികാര കൊതിയിൽ നീതിമാനായ ഒരുവനെ കൊല്ലുവാനായിട്ട് വിധിക്കുമ്പോൾ ജനം മുഴുവനും ഏറ്റു പറഞ്ഞൊരു സംഭവം എന്താണെന്നറിയാമോ? അവൻ്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ, ഞങ്ങളത് സഹിച്ചോളാം എന്നാണ്. ആ ശിക്ഷ അവർ മുഴുവനും ചോദിച്ചു മേടിച്ചു. അങ്ങനെ യേശുവിൻ്റെ കുരിശുമരണം AD 33 കാലഘട്ടത്തിൽ നടന്നതിന് ശേഷം AD 70 കാലഘട്ടം എത്തുമ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം റോമാക്കാർക്കെതിരെ യഹൂദർ അനേകം തവണ ഏറ്റുമുട്ടൽ ഈ കാലഘട്ടത്തിനിടയിൽ നടത്താൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് റോമാക്കാരിൽ നിന്നും അധികാരം പിടിച്ചെടുക്കുവാൻ AD 70 ഇസ്രായേലിൽ ഒരു ആഭ്യന്തര കലാപം
പൊട്ടിപ്പുറപ്പെട്ടു. ക്ഷമ നശിച്ച റോമൻ സൈന്യം ജെറുസലേം ദേവാലയം പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കി. ദേവാലയത്തിൻ്റെ ഒരു മതിൽ ഒഴികെ ബാക്കിയുള്ള സകലതും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ മുഴുവനും തകർത്ത് തച്ചുടച്ചു. ഇതിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചാനലിൽ 38ാമത്തെ വീഡിയോ ജെറുസലേം ദേവാലയത്തെക്കുറിച്ചുള്ള സംഭവമാണ്. നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ആ കലാപത്തോടെ യഹൂദരെ മുഴുവനും റോമാക്കാർ പല രാജ്യങ്ങളിലേക്ക് നാട് കടത്തി. കാരണം ഇവന്മാർ ഒരുമിച്ച് നിന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഇവന്മാർ ഒരുമിച്ച് നിർത്താൻ പാടില്ല. ആ രാജ്യത്ത് നിന്ന് ഇവന്മാരെല്ലാം പല രാജ്യങ്ങളിലേക്ക് സ്പ്ലിറ്റായിട്ട് ഇവന്മാരെ നാട് കടത്താൻ തുടങ്ങി. അവർക്ക് സ്വന്തമായിട്ട് പിന്നെ ഒരു രാജ്യമില്ലാതായി. പല രാജ്യങ്ങളിലേക്ക് അവർ അങ്ങനെ ചിതറിപ്പോകാൻ ആരംഭിച്ചു. അങ്ങനെ അവർ നമ്മുടെ മട്ടാഞ്ചേരിയിൽ വന്നിട്ട് അവർ കുറേ അധികം വർഷം, ഇപ്പോഴും ഉണ്ട് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയൊക്കെ നമുക്കറിയാം, വർഷാവർഷം തകർന്നു പോയ ദേവാലയത്തിൻ്റെ ആ ഒരൊറ്റ മതിൽ മാത്രമേ ഉള്ളൂ. ആ മതിൽ തല ചേർത്ത് ഇവരെല്ലാവരും ആ മതിലിനോട് തല ചേർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇതാണ് വിലാപ മതിലെന്ന് പറയുന്നത്. കാരണം നഷ്ടപ്പെട്ടു പോയ അവരുടെ ദേവാലയത്തെക്കുറിച്ചുള്ള ആ ഒരു സങ്കടമാണ് പിന്നെ അവരുടെ പ്രാർത്ഥനയല്ല. എപ്പോഴെങ്കിലും അത് പുനഃസ്ഥാപിക്കണമെന്നാണ്. അതുകൊണ്ട് 3-ാം ജെറുസലേം ദേവാലയത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ജെറുസലേം ദേവാലയത്തിൻ്റെ വീഡിയോ ആദ്യത്തെ ചാനലുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം. പക്ഷേ അന്ത്യകാലമാകുമ്പോൾ ഇങ്ങനെ ചിതറിക്കുക, അതായത് ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ നാശത്തോടെ AD 70 ഈ യഹൂദരെ മുഴുവൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ചിതറിപ്പോയല്ലോ. ഇവരെ അന്ത്യകാലമാകുന്ന സമയത്ത് ഇസ്രായേലിനെ മുഴുവനും ദൈവം ഒരുമിച്ച് ചേർക്കും എന്നൊരു പ്രവചനമുണ്ട്. യെശയ്യാ പുസ്തകത്തിൽ 11-ാം അധ്യായം 12-ാം തിരുവചനം. ജനതകൾക്ക് അവിടുന്ന് ഒരു അടയാളം നൽകും. ഇസ്രായേലിൽ നിന്ന് ഭ്രഷ്ടരായവരെയും യൂദയായിൽ നിന്ന് ചിതറിപ്പോയവരെയും അവിടുന്ന് ഭൂമിയുടെ 4 കോണിൽ നിന്നും ഒരുമിച്ച് കൂട്ടും. ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഈ അവസാന കാലഘട്ടം എത്തുമ്പോഴത്തേക്ക് ഈ ചിതറിപ്പോയ ഇസ്രായേൽ മക്കളെ യഹൂദരെ മുഴുവനും ദൈവം ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് കൂട്ടും. ബൈബിളിൽ നേരത്തെ നടന്നിട്ടുള്ള പല ബൈബിൾ പ്രവചനങ്ങളും അന്ത്യകാലം എത്തുമ്പോഴത്തേക്ക് ഇത് റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബൈബിളിൽ നടക്കുന്ന പല പ്രവചനങ്ങളും ഈ ലാസ്റ്റ് എൻഡ് ടൈം എത്തുമ്പോഴത്തേക്ക് ഇത് റിപ്പീറ്റ് വരും. എല്ലാമല്ല, ചില ഇത് റിപ്പീറ്റ് ചെയ്ത് സംഭവിക്കും എന്നുള്ളത്. അങ്ങനെ ഈ എസെക്കിയേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ചിതറിപ്പോയിരിക്കുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഞാൻ കൊണ്ടുവരും. എല്ലാ ദിക്കുകളിൽ നിന്ന് ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് കൊണ്ടുവരും. എവിടേക്ക് കൊണ്ടുവരും? സ്വദേശത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട അതേ സ്ഥലത്തേക്ക്. അങ്ങനെ ചിതറിപ്പോയ ഇസ്രായേൽ ജനം 1948 മെയ് 14 പുതുരാജ്യമായിട്ട് പിറവിയെടുത്തു. 1948 ഫൗസ്റ്റീനയ്ക്ക് ഈ സന്ദേശങ്ങളെല്ലാം ലഭിക്കുന്ന എപ്പോഴാണ്? 1938. കരുണയുടെ ലാസ്റ്റ് ടൈം ആകാൻ പോകുക എന്നുള്ളത്. അതായത് അത്തിമരം തളിരിട്ടു. ഇതാണ് അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ എന്നതിൻ്റെ 1ാമത്തെ രഹസ്യം. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കരുണയുടെ അവസാന മണിക്കൂർ ആരംഭിക്കുവാൻ പോവുകയാണ് എന്ന മുന്നറിയിപ്പ് ലഭിച്ച് 10 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ എന്ന പുതുരാഷ്ട്രം പിറവിയെടുത്തു. പക്ഷേ ഇത് മനസ്സിലാക്കിയ സാത്താൻ യേശുവിൻ്റെ 2ാം വരവിനെ തടയുവാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ എന്ന രാജ്യത്തെ പൂർണ്ണമായും ഈ ഭൂമിയിൽ നിന്ന് ചാരമാക്കാനുള്ളൊരു തീരുമാനം നടത്തിയിട്ടുണ്ടായി. 1967 ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന 6 അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ട് ഇസ്രായേലിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ ഒരു തീരുമാനമെടുത്തു. അതായത് ഇസ്രായേലിന് വേണ്ട യഹൂദർ ഈ ഭൂമിയിൽ വേണ്ട, അത് മൊത്തം നശിപ്പിക്കണം, അവന്മാരെ മുഴുവൻ ചാമ്പലാക്കണം എന്ന് പറഞ്ഞു. എന്നാൽ 6 ദിവസം കൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യം മുഴുവൻ അറബ് രാജ്യങ്ങളും തരിപ്പണമാക്കിക്കൊണ്ട് അവരുടെ രാജ്യത്തിന്റെ വലിപ്പം 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ 6 Days War എന്ന് പറയുന്നത്. ദൈവം നൽകിയ അവിശ്വസനീയമായ വിജയമെന്ന് ഇസ്രായേൽ മുഴുവനും വാഴ്ത്തുന്ന ഈ യുദ്ധത്തിന്റെ ചരിത്രം 37ാമത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ആദ്യത്തെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധത്തോടെ ഇസ്രായേൽ എന്ന രാജ്യത്തെ മറ്റു ലോക രാജ്യങ്ങളെല്ലാവരും ഭയക്കുവാനായിട്ട് ആരംഭിച്ചു. അതായത് അത്തിമരത്തിന്റെ കൊമ്പുകൾ ഇളയതാവുകയും തളിർക്കുകയും ചെയ്തിരിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 10-ാം തിരുവചനം. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുവിൻ. അന്ത്യകാലത്തെ ഈ പ്രവചനങ്ങൾ എല്ലാം കൂട്ടി വായിച്ചാൽ ഇനി ഇസ്രായേലിന് തടയുവാനോ തച്ചുടയ്ക്കുവാനോ സാധിക്കില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇത് നമ്മളെ കൊണ്ടുപോകുന്നത് അന്ത്യകാലത്തിന്റെ തീവ്രവേദനയുടെ ഒരു സമയത്തേക്കാണ്. അതായത് ഈറ്റുനോവിന്റെ ആരംഭം എന്നൊരു സംഭവമില്ലേ, അങ്ങോട്ട് കയറുകയാണ്. ഫൗസ്റ്റീനയ്ക്ക് ലഭിച്ച കരുണയുടെ മെസ്സേജസ് 1959 നിർത്തിവെച്ചുവെങ്കിലും വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം 1978 ജോൺ പോൾ 2 മാർപ്പാപ്പ നിരോധനം
പൂർണ്ണമായിട്ട് പിൻവലിക്കുകയും ദൈവകരുണയെ ലോകത്തിൽ പ്രചരിപ്പിക്കുവാനായിട്ട് അംഗീകാരം നൽകുകയും ചെയ്തു. അങ്ങനെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദൈവകരുണയുടെ ഏറ്റവും വലിയ ഒരു പ്രചാരകനായിട്ട് മാറി. 1993 ഫൗസ്റ്റീനയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുകയും 2000 ഏപ്രിൽ 30 ഫൗസ്റ്റീനയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുകയും ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ ഞായറാഴ്ചയായിട്ട് ഔദ്യോഗികമായിട്ട് ആചരിക്കുവാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിക്കലെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. AD 33 യേശുവിൻ്റെ കുരിശുമരണത്തോടെ ആരംഭിച്ച കരുണയുടെ മണിക്കൂറിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അന്ത്യകാലത്ത് ഇസ്രായേലിൻ്റെ മടങ്ങി വരവ് സംഭവിക്കുമെന്ന പ്രവചനം 1948 പൂർത്തിയാക്കപ്പെട്ടു. യേശുവിൻ്റെ രണ്ടാം വരവ് എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും ഇതുവരെയും പ്രവചിക്കുവാനായിട്ടോ അല്ലെങ്കിൽ അത് ആർക്കും അറിയത്തില്ല. എന്നാൽ ഇത് മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി കാലഘട്ടത്തെ വിവേചിക്കുവാനായിട്ട് ദൈവാശ്രയമില്ലാത്ത ഒരു വ്യക്തിക്കും കഴിയത്തില്ല. കാലഘട്ടത്തെ വിവേചിച്ച് മനസ്സിലാക്കി കൂടുതൽ വിശുദ്ധിയോടെ ഒരുങ്ങുവാൻ അനേകം ആളുകളെ ദൈവം വിളിക്കും. എന്നാൽ ഈ അവസരം അനേകം ആളുകൾ നഷ്ടമാക്കി പാപത്തിൽ കൂപ്പുകുത്തി ജീവിക്കും. മത്തായി 24:32-33 അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ, അതിൻ്റെ കൊമ്പുകൾ ഇളയതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിക്കൽ എത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. ഇപ്പോൾ ഈ വചനത്തിൻ്റെ അർത്ഥവും അന്ത്യകാല പ്രവചനവും കരുണയുടെ അവസാനത്തെ മണിക്കൂറും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ അനേകം ബൈബിളിൽ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. തുടർന്ന് പുസ്തകത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: നാം ജീവിക്കുന്നത് കരുണയുടെ അവസാന മണിക്കൂറിലാണ് എന്ന സത്യം അറിയാതെ ജീവിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ സന്ദേശം നിങ്ങളിപ്പോൾ കേട്ട സന്ദേശം ഉണ്ടല്ലോ, ഇതുപോലും പ്രചരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പിശാച് ആവുന്നത്ര പരിശ്രമിക്കും. കഴിഞ്ഞ വീഡിയോ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ആദ്യത്തെ വീഡിയോ. പക്ഷെ നിങ്ങൾ പലരും ഷെയർ പോലും ചെയ്തിട്ടുണ്ടാവില്ല. കാര്യം എന്താ? ഇത് ഷെയർ ചെയ്യപ്പെടരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളൊരു സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്പിരിച്വൽ മേഖല നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങളെ കൊണ്ടെന്നല്ല, ഇത്തരം സന്ദേശങ്ങൾ ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അന്ത്യകാലത്തെ അവരെ ഒരുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റിൻ്റെ ഒരു സംഘം തന്നെയുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യാൻ എടുത്ത് നിങ്ങൾ ഒരാൾക്ക് ഷെയർ ചെയ്തെന്ന് തന്നെ വെച്ചോ, നിങ്ങൾ ഷെയർ ചെയ്താൽ ആ ഷെയർ ചെയ്ത വ്യക്തി ചിലപ്പോൾ കാണുമെന്ന് പോലുമില്ല, അവരെ കാണിക്കില്ല. ഇത് അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. പലരും ഇത് കാണുമെങ്കിലും ഇത് ഗ്രഹിക്കത്തില്ല. ഇത് ചില ആൾക്കാരിപ്പോൾ ജോലി ചെയ്തുകൊണ്ടൊക്കെ ഇത് കാണും. ആ കാണുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതിൻ്റെ മൊത്തം സാധനം അകത്തോട്ട് കിട്ടത്തില്ല. കാര്യം എന്താ? അവർക്കത് കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്പിരിറ്റുണ്ട്. ഓക്കെ, മേഘാലയയിലെ സിസ്റ്റർ ജിങ്സ്നോർ കോങ്ക്ലാൻഡ്, പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു, തനിക്ക് കിട്ടിയ സന്ദേശങ്ങൾ ദ ലാസ്റ്റ് അവേഴ്സ് ഓഫ് മേഴ്സി എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ദൈവകരുണയിൽ അഭയം തേടേണ്ടതിൻ്റെ അടിയന്തര ആവശ്യകത കൂടുതലായി ബോധ്യപ്പെടുത്തി തരും എന്ന വിശ്വാസത്തിൽ ആ സന്ദേശങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റി പ്രസിദ്ധീകരിക്കുന്നതാണ് ഈ പുസ്തകം. ഈ ലാസ്റ്റ് കരുണയുടെ അവസാനം മണിക്കുന്ന ഈ പുസ്തകം നിങ്ങളെല്ലാവരും വാങ്ങിക്കണം. അത് ഞാൻ ഈ പുസ്തകം ഇവിടെ വാങ്ങിക്കാനായിട്ട് എനിക്ക് യാതൊരു മാർഗവുമില്ല. ഈ പുസ്തകം ഇവിടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കോപ്പിക്ക് ഞാൻ 2500 രൂപ കൊടുക്കണം. എങ്കിലാണ് എനിക്ക് ഈ ഒരു പുസ്തകം ഇവിടെ എൻ്റെ കൈ കിട്ടുകയുള്ളൂ. പൈസ ഒന്നും ഞാൻ നോക്കിയില്ല. ഞാൻ അയർലൻഡിലാണ് ഉള്ളത്. ഞാൻ ഇതിൻ്റെ വില, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് അറിയാവുന്നതും പൈസ അല്ല ഞാൻ നോക്കിയത്. ഇത് എങ്ങനെയെങ്കിലും എനിക്കൊരു കോപ്പി ഉണ്ടാകണം, അത് വായിക്കണം. കാരണം ഈ അവസാന കാലഘട്ടത്തെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ പൈസ നോക്കാതെ വാങ്ങിച്ചൊരു പുസ്തകമാണിത്. ഇതുപോലത്തെ ചില പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനിങ്ങനെ പൈസ നോക്കാറില്ല. കാരണം ഇത് ദൈവം സംസാരിക്കുന്നതിനെക്കുറിച്ച് അത് ആത്മാവിൽ എനിക്ക് തോന്നും. അത് പ്രാർത്ഥിക്കുന്ന എനിക്ക് മാത്രമല്ല, ഒരുപാട് പേരുണ്ട് അങ്ങനെ, അവരത് വാങ്ങിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്കൊരു പ്രേരണ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് പുസ്തകം ഉറപ്പായിട്ടും വാങ്ങിക്കണം. ഈ പുസ്തകത്തിന് ഇപ്പോൾ വലിയ വിലയൊന്നുമില്ല. നിങ്ങൾ ഒരു ദിവസത്തിൽ നിങ്ങൾ വെറുതെ ഒരു ഫോൺ റീചാർജ് ചെയ്യുന്ന പൈസ ആകുള്ളൂ. നിങ്ങൾ ഈ പുസ്തകം എങ്ങനെയെങ്കിലും വാങ്ങിക്കണം. ഇതിൻ്റെ നമ്പറും ഇത് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോ തൊട്ടുള്ളതിൽ ഞാൻ പറയുന്നുണ്ട്. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പറോ അല്ലെങ്കിൽ നേരത്തെ ഇട്ടിരിക്കുന്ന പോസ്റ്റോ നിങ്ങൾ നോക്കിയാൽ മതി. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പുസ്തകം എല്ലാവരും വാങ്ങിക്കണം. ഇതിൻ്റെ അകത്ത് ഒരുപാട് മെസ്സേജ് ഉണ്ട്. അന്ത്യകാലത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. 10 പേർക്ക് മേടിച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ നല്ല കാര്യം. നിങ്ങളങ്ങനെ ചെയ്യുക. ഈ ഒരു ശുശ്രൂഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു
മെസ്സേജ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. ഇനി സത്യത്തിൽ ഒരു സാധാരണ പെൺകുട്ടിക്ക് ലഭിച്ച സ്വകാര്യ വെളിപാടാണെന്ന നിലയിൽ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് കരുതി ഞങ്ങൾ ആദ്യം അവഗണിച്ചുവെങ്കിലും ഷില്ലോങ്ങിലെ ആർച്ച് ബിഷപ്പ് അഭിയന്ന പിതാവ് ഇംബ്രോച്ചർ നൽകുകയും MSF സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായ ഫാദർ സാബു ഫ്രാൻസിസ് പരിശോധന നടത്തി പ്രസിദ്ധീകരണ അനുമതി നൽകുകയും ചെയ്തതിനാൽ ഇത് വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന ചിന്തയിലാണ് ഗൗരവമായി വായിക്കുവാൻ ആരംഭിച്ചത്. വായന പുരോഗമിക്കും തോറും ഈ സന്ദേശങ്ങൾ എല്ലാവരും അറിയേണ്ടതാണ് എന്ന ബോധ്യം ശക്തമായി. അതായത് ഈ പുസ്തകം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നില്ലേ, ഇത് മുഴുവനും ഞാൻ വായിച്ചിട്ടില്ല. ഇത് വായിക്കാൻ എൻ്റെ ഉള്ളിൽ പ്രേരണ തോന്നിയത് ഒരൊറ്റ കാര്യം, ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പേജ് മാത്രം കണ്ടിട്ടാണ്. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ആത്മാവിൽ പറഞ്ഞ് വാങ്ങിച്ചു വന്നു. അങ്ങനെ വാങ്ങിച്ച പുസ്തകമാണ്. പക്ഷേ ഇത് വായിച്ച് ആദ്യത്തെ പേജ് മറിച്ചപ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ടച്ച് എനിക്കിത് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞാൻ അത് വായിക്കാൻ തുടങ്ങിയത്. നിങ്ങൾക്കൊപ്പമാണ് ഞാനും ഇത് വായിക്കുന്നത്. നിങ്ങളിത് ഒരു ദിവസം കൊണ്ട് വായിച്ച് തീർക്കേണ്ട ഒരു പുസ്തകമല്ല കേട്ടോ. കുത്തിയിരുന്ന് ഒറ്റ ദിവസം തന്നെ മൊത്തം വായിക്കരുത്. ധ്യാനിച്ച് വായിച്ചു കഴിഞ്ഞാൽ അകത്ത് കിടക്കുന്നത് കൂമ്പാരത്തിൻ്റെ നിധിയാണ്. നമ്മൾ ഓരോ ദിവസം കൊണ്ട് ഒരു മെസ്സേജ് വായിച്ച് അത് നന്നായിട്ട് അങ്ങ് ധ്യാനിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ലോകത്ത് നടക്കുവാനിരിക്കുന്ന അനേകം കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഷോർട്ടപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര വലിയ ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ്. അതായത് ഭയങ്കര വലിയൊരു മെസ്സേജ് ഇങ്ങനെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുക. അത് നമ്മൾ ധ്യാനിച്ച് കുഴിച്ച് ഇതിൻ്റെ അകത്ത് നിധി പുറത്തെടുക്കണം. അങ്ങനെ വായിക്കുമ്പോൾ കിട്ടുന്ന, അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, വായിക്കും തോറും ഉള്ളിലേക്ക് പോകും തോറും അതിൻ്റെ കിട്ടുന്ന ആ ഒരു വ്യക്തത, അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ആഴം ഒക്കെ ഭയങ്കര വലുതാണെന്ന്. ഇത് വായിക്കുന്ന എല്ലാവരെയും ദൈവകരുണയ്ക്ക് സമർപ്പിക്കുന്നു. കരുണയുടെ അവസാന മണിക്കൂറിലാണ് നാം ജീവിക്കുന്നതെന്ന് ഉത്തമ ബോധ്യത്തോടെ നമ്മുടെ ജീവിത വ്യാപാരങ്ങളെ ക്രമീകരിക്കുവാൻ ഈശോ മിശിഹാ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാണ് കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറഞ്ഞ ഈ ഹെഡിങ്ങിൽ വന്നിരിക്കുന്ന ഈ കാര്യം. ഇന്നത്തെ മെസ്സേജ് ഇതാണ്. നിങ്ങൾ ഈ പുസ്തകം വാങ്ങിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. അതുകൂടാതെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർക്ക്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഈ മെസ്സേജ് ഞാൻ നൽകുന്നത് ഒത്തിരി അധികം സിറ്റുവേഷൻസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് കൂടിയേ തീരുള്ളൂ. നിങ്ങളിൽ പലർക്കും ഇതുപോലെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. അത് ചിലപ്പോൾ ദൈവം എന്നെ വിളിച്ചത് കൊണ്ടായിരിക്കും എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, നിങ്ങളുടെ ശബ്ദമാണ് നിങ്ങളുടെ ശബ്ദത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആ ഒരു ശബ്ദത്തിലൂടെ സംസാരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ശുശ്രൂഷകളുടെ ആരംഭത്തിൽ സോഷ്യൽ മീഡിയയിൽ ഞാനിങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഈശോയെ ഞാൻ അത് പറയണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. സ്നാപയോഹന്നാൻ പറയുന്ന ഒരു കാര്യം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വചനം ഞാൻ എന്നിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇപ്പോഴും കിടപ്പുന്നുണ്ട്, അതിൻ്റെ പ്രൊഫൈലിൽ. എനിക്ക് ആ വചനം ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ദൈവത്തിൻ്റെ ശബ്ദമാവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അതായത് ദൈവം പറയുന്നത് മാത്രം പറഞ്ഞാൽ മതി, നമ്മളായിട്ടൊന്നും പറയണ്ട, തമ്പുരാൻ പറയിച്ചോളും. അങ്ങനെ ഈ കാലഘട്ടത്തിന് വേണ്ടിയിട്ട് ശബ്ദിക്കുവാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു. അങ്ങനെ ദൈവം എന്നെ ഇപ്പോൾ ഈ പുസ്തകത്തിൽ എൻ്റെ പേരിൽ പോലും നിർത്തുമ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന് വേണ്ടിയിട്ട്, ഈശോയുടെ വരവിന് വേണ്ടിയിട്ട്, ആദ്യത്തെ വരവിന് വേണ്ടിയിട്ട് ഈശോ സ്നാപക യോഹന്നാനെ ഒരുക്കി നിർത്തിയായിരുന്നു. മരുഭൂമി വിളിച്ചു പറയുന്നതിന് വേണ്ടിയിട്ടും കർത്താവിൻ്റെ വഴി ഒരുക്കുവിനെന്ന് പറഞ്ഞിട്ടാണ് സ്നാപക യോഹന്നാനെ വിളിച്ചു ചേർത്തത്. ഇതുപോലെ ഞാനല്ല കേട്ടോ, എന്നെപ്പോലെ ഒരുപാട് പേര് ഇപ്പോൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് തമ്പുരാൻ്റെ വരവിന് വേണ്ടിയിട്ട് തമ്പുരാനെ ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുക, രണ്ടാം വരവ് അടുത്തുകൊണ്ടിരിക്കുക, മക്കളെ ഒരുങ്ങുന്നത്. നിങ്ങൾ ആ ശബ്ദം കേൾക്കണം. അത്തരം ശബ്ദങ്ങളിൽ ദൈവത്തിൻ്റെ വരവിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. നമ്മൾ കരുതുന്നത് പോലെ ഈശോയുടെ വരവെന്ന് പറയുന്നത് വാനമേഘങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ചില ഇതര സഭ ആൾക്കാർ വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കൊണ്ടുപോകും ഇപ്പം തന്നെ. അങ്ങനെ ഒന്നും പോകാൻ പോണില്ല. പ്യൂരിറ്റി എന്ന് പറയുന്ന സാധനമില്ലെങ്കിൽ, ആത്മാവിൽ ഒരു തുള്ളി കറയില്ലെങ്കിൽ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ, അല്ലാതെ കൊണ്ടുപോകത്തൊന്നുമില്ല. ചില ആൾക്കാർ വിശ്വസിച്ചിരിക്കുന്ന പോലെ ഇപ്പം തന്നെ അങ്ങ് എടുത്തിട്ട് പോകും. നോ, നമ്മളുടെ പ്യൂരിറ്റി, നമ്മൾ എന്തുമാത്രം അതിനുവേണ്ടി വില കൊടുത്തു, നമ്മൾ എന്തുമാത്രം നമ്മുടെ ആത്മാവിനെ ഒരുക്കി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം ഈ ലോകത്തിൻ്റെ ചില കാര്യങ്ങളിൽ നിന്നുള്ള വേർപാട് സ്വീകരിക്കണമെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് ചുറ്റും ഈ ലോകത്തും ഭയങ്കര വലിയ രീതിയിൽ വിശാലമായിട്ട് പാപത്തിൻ്റെ മാർഗ്ഗങ്ങളൊക്കെ തുറന്ന് കിട്ടുന്ന ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. യുവത്വത്തിൽ കിടക്കുന്ന പല ആൾക്കാരും ഇതിലേക്ക് പോയി വഴിതെറ്റി നശിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ഈ കുറച്ച് ഈ മുതിർന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു 30-35 ആ ഒരു പ്രായത്തിലോട്ടൊക്കെ എത്തിപ്പെട്ടവർക്ക് വരെ ഇപ്പോൾ എന്നാലും അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. യങ്ങായിട്ട് നിൽക്കുന്ന ആൾക്കാർ, 15-18 വയസ്സ് പ്രായം തൊട്ടുള്ള ആൾക്കാർ ഇനി ചെന്ന് കയറാൻ പോകുന്നത് പാപത്തിൻ്റെ വിശാലമായൊരു ഷോറൂമിലോട്ടാണ്. പാപം എങ്ങനെ വേണേലും അവരെ കൈനീട്ടി വലിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ
ഇനി ഈ സന്ദേശങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, പ്രചരിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നരകത്തിൻ്റെ വാ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വിശാലമായിട്ട് തുറന്നു കൊടുക്കാൻ പോവുക. ആത്മാക്കളെ മുഴുവനും വലിച്ചു വിഴുങ്ങുന്നൊരു കാലം വരാൻ പോവുകയാണ്. ഈ സന്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു മെസ്സേജിൽ വീണ്ടും വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. ശലോം അലൈഹിം.